ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും ഇതിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഒരു ഫ്ലൈറ്റിൻ്റെ ലുക്കിലുള്ളൊരു വാഹനമാണെന്ന് ശരിക്കും ഇതിനെ സൂചിപ്പിക്കാറുണ്ട്. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇവിടെ കണ്ടെങ്കിൽ 2 ബട്ടൺ വന്നിട്ടുണ്ട്. ഈ ബട്ടൺ എന്തിനാണെന്നോ, ഓഫ് റോഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ സ്പോർട്ട് പ്ലസ്ക്ക് ഇത് ഓട്ടോമാറ്റിക്കലി മാറി വണ്ടി ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവും. ഈ ലോഗോയാണ് പോർഷയുടെ ലോഗോ. ഈ ലോഗോ എന്തിനെ സൂചിപ്പിക്കണമെന്ന് അറിയാം നിങ്ങൾക്ക്? ആഡംബരത്തെയും ശക്തിയെയും സൂചിപ്പിക്കുന്ന ഒരു ലോഗോയാണ് പോർഷയുടെ ലോഗോ. അപ്പോൾ ഇന്ന് നമ്മൾ വാഹനത്തെ പരിചയപ്പെടുത്താൻ പോകുന്നത് പോർഷെ എന്ന ബ്രാൻഡിൻ്റെ കെയ്ൻ എന്ന മോഡലാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ വാഹനത്തെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ പോർഷെ എന്ന ബ്രാൻഡിനെ പറ്റി ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാഹന നിർമ്മാണ കമ്പനിയാണ് പോർഷെ. ഫോക്സ് വാഗൺ ബീറ്റൽ നിർമ്മിച്ച ഫെർഡിനാൻഡ് പോർഷെ 1931 ആരംഭിച്ചതാണ് പോർഷെ കമ്പനി. സ്പോർട്സ് കാറുകളും ആഡംബര കാറുകളും SUVകളും സെഡാനുകളും നിർമ്മിക്കുന്ന പോർഷെ ഇപ്പോൾ ഫോക്സ് വാഗൺ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലാണ്. പനമേര, 911, കെയ്ൻ, മെക്കാൻ എന്നിവ പോർഷയുടെ പ്രശസ്ത മോഡലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു പോർഷെ എന്ന ബ്രാൻഡിൻ്റെ ഒരു പ്രശസ്ത മോഡലിൽപ്പെട്ട കെയ്ൻ എന്ന വാഹനമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു വാഹനത്തിനെ പരിചയപ്പെടുത്തുമ്പോഴേ ഇതിനൊരു എടുത്തു പറയേണ്ട കേസ് എന്താ വെച്ചാൽ, ഒരു SUV ലുക്കിൽ ഒരു സ്പോർട്സ് കാർ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും. അത്രത്തോളം പവറും അത്രത്തോളം കരുത്തും തരുന്നൊരു വാഹനം തന്നെയാണ് പോർഷെ കെയ്ൻ. അതിലുപരി ആഡംബരം, ലക്ഷറി എല്ലാം ഒത്തിണങ്ങിയ ഒരു വാഹനം കൂടിയാണ് പോർഷെ കെയ്ൻ. അപ്പോൾ ഇതിനെ പരിചയപ്പെടുത്തുമ്പോൾ ഒട്ടനവധി ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കാണ്ട് എല്ലാ ഭാഗങ്ങളും നമുക്കറിയാവുന്ന രീതിയിൽ മാക്സിമം നിങ്ങളെ പരിചയപ്പെടുത്താൻ ശ്രമിക്കാം. ഇപ്പോൾ നമുക്കറിയാം SUVകളിൽ തന്നെ അല്ലെങ്കിൽ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ, ലക്ഷറി സെഗ്മെൻറ്റിൽ ഒട്ടനവധി വാഹനങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. SUV സെഗ്മെൻറ്റിലൊക്കെ ഇതിലൊക്കെ മികച്ച ഒരു മോഡലാണ് പോർഷെ കെയ്ൻ. ഒരു ആഡംബര വാഹനത്തിൽ, ഒരു ലക്ഷറി വാഹനത്തിൽ, ഈ ഒരു സെഗ്മെൻറ്റിൽ SUVയിൽ ഇവനെ കടത്തിവെട്ടാൻ വാഹനം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഒരു ബഡ്ജറ്റിൽ, ഈ ഒരു മോഡലിൽ ഏകദേശം ഈ ഒരു വാഹനം സെയിലിനുള്ള വാഹനമാണ്. 2015 മോഡലിൽ വന്ന ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള ഓൺലി 67,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു വാഹനം നമുക്ക് വിൽപ്പനയ്ക്കുള്ളതാണ്. അതിൻ്റെ വിലയും ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഈ പോർഷെ കെയ്നെ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു മോഡൽ വാഹനം കൂടിയാണ്. കാരണം ഒരു സ്പോർട്സ് കാർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഈ വാഹനം പറ്റും. ഒരു ലക്ഷറി ആയിട്ട് യാത്ര ചെയ്യാനും ഒരു ലക്ഷറി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ വാഹനം പറ്റും. ഇന്ന് SUV ആവും ചെയ്തു. നിങ്ങൾക്ക് ഏതൊരു റോട്ടിലൂടെയും ഏതൊരു ടെറൈനിലൂടെയും ഓടിച്ചു പോകാൻ പറ്റിയ സെറ്റപ്പ് ഈ ഒരു വാഹനമുണ്ട്. പിന്നെ ഇത് എയർ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ടും കാര്യങ്ങളും തരുന്നൊരു മോഡലാണ്. എയർ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഏതൊരു ടെറൈൻ റോഡിലൂടെയും നമുക്ക് വാഹനത്തിൻ്റെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റിയൊരു മോഡൽ കൂടിയാണ് പോർഷെ കെയ്ൻ. അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് കണ്ടങ്ങൾ, അതായത് ഒരുപാട് ആളുകൾ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് ഒരു ഫ്ലൈറ്റിൻ്റെ ലുക്കിൽ. ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും ഇതിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഒരു ഫ്ലൈറ്റിൻ്റെ ലുക്കിലുള്ളൊരു വാഹനമാണെന്ന് ശരിക്കും ഇതിനെ സൂചിപ്പിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്നോ, ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് ഞങ്ങൾ നോക്കിക്കോളി. ഈ ഒരു ഫ്രണ്ട് ഷേപ്പ് ആണെങ്കിൽ മുന്നേക്ക് ഇങ്ങനെ കൂർത്ത് വരാറ്. ആ കൂർത്ത് വന്നൊരു ഫ്ലൈറ്റ് ഇങ്ങനെ പറക്കാൻ നിൽക്കുന്ന ലുക്കിൽ തന്നെ ഈ വാഹനങ്ങളെ ഒഴിഞ്ഞു നിന്നിങ്ങനെ നോക്കുകയാണ്. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഒന്നിങ്ങനെ വിട്ട് നിന്ന് നോക്കുമ്പോഴേ എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ആൾ നിൽക്കുന്നത്. ആരടാ വെച്ചാൽ ഞാനടാ എന്നുള്ള രീതിയിൽ തന്നെയാണ് വണ്ടി നിൽക്കുന്നത്. ആ ഫ്ലൈറ്റ് പറക്കാൻ നിൽക്കുന്ന ലുക്കിൽ തന്നെ നമുക്ക് പുറം ഭാഗം കൊണ്ടും നമുക്ക് വാഹനം നോക്കുമ്പോൾ കാണാൻ കഴിയും. ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറിയാലോ, അത് വേറൊരു സംഭവമാണ്. അത് ഞാൻ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ലുക്ക് കാണാൻ. അതായത് നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകുമെന്ന് അറിയില്ലേ, വണ്ടിപ്രാന്തന്മാരൊക്കെ പ്രത്യേകിച്ചും ആ ഒരു ഷേപ്പിലാണ് ഈ ഒരു വാഹനം ഉള്ളത്. ഇത് 2015 മോഡലാണ്. എങ്കിലും ഇപ്പോഴത്തെ ന്യൂജൻ വാഹനങ്ങളുടെ ഇടയിലും 2024, 2025 ഇനി ഇറങ്ങാൻ പോണ വാഹനങ്ങളുടെ ഇടയിലും ഇവൻ അവിടെ കൊണ്ടുപോയി നിർത്തിയാൽ ഇവൻ ആ റോഡ് പ്രസൻസ് പിടിച്ചു പറ്റും. അത്രത്തോളം ലുക്കുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗം കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വാഷർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ DRL കാണാൻ പറ്റും. അതേപോലെ ഇവിടെ നമുക്കിവിടെ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ ഫ്രണ്ട് ബമ്പറിൽ തന്നെ സെൻസറിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പോർഷൻ്റെ ഒരു ലോഗോ ബോണറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ്ട ഈ പോർഷൻ്റെ ലോഗോ കിഡിലെ ലുക്കിൽ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. പോർഷെ എന്നുള്ളൊരു ബാഡ്ജിങ് ആ ലോഗോയിൽ തന്നെ ഉണ്ട്. പിന്നെ കരുത്ത് എന്ന് പറയുമ്പോൾ ഹോഴ്സ് ആണല്ലോ,
കുതിരയാണല്ലോ. അപ്പോൾ ആ കുതിരേൻ്റെ ചിഹ്നം നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ കരുത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും സൂചകമാണ് ഈ പോർഷേൻ്റെ ലോഗോ. അത് അച്ചടി ഈ ലോഗോയിൽ നമുക്ക് കാണാനും പറ്റും. ഈ ലോഗോ ഒരുപാട് സ്ഥലത്ത് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ബോണറ്റിൽ നമുക്കൊന്ന് കാണാൻ പറ്റും. അതേപോലെ 4 വീലിലും നമുക്ക് ഈ പോർഷേൻ്റെ ലോഗോ നമുക്ക് കാണാൻ പറ്റും. അതേ ലുക്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ പിന്നെ ഇതിൻ്റെ ടയർ സൈസ് വന്നിട്ടുള്ളത് 19 സൈസ് ടയറാണ്. 275 ബാർ 40 Z619 ഇതിൻ്റെ ടയർ സൈസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ടയറൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാട്ടോ. പിന്നെ ഈ ഒരു വണ്ടിനെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ ഇത് പോർഷെ ആയതുകൊണ്ടും ഇതിനുള്ളൊരു സംഭവം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് കോസ്റ്റ് ഈ വാഹനത്തിന് വരും. തീറ്റി പോറ്റാൻ ഇച്ചിരി പാടാണ്, പക്ഷെ തീറ്റി പോറ്റി കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് ഇവൻ തരുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നുണ്ട്. മെയിൻ്റനൻസ് വന്നാലും പെട്ടെന്ന് മെയിൻ്റനൻസ് വരില്ല, വന്നാൽ അത്യാവശ്യം നല്ല കോസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ എല്ലാ സ്പെയർ പാർട്സിൻ്റെയും കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്ന ഭാഗങ്ങളാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ആ എസ് യു വിൻ്റെ ഒരു ക്രോസ് ഓവർ എസ് യു വി ആട്ടോ. ആ എസ് യു വിൻ്റെ കിഡിലെ ലുക്ക് തരുന്ന രീതിയിൽ തന്നെ നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ ഇത് ഡീസൽ എൻജിൻ വരുന്ന വാഹനമാണ്. ഞാൻ എൻ്റെ എൻജിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പരിചയപ്പെടുത്താം. ഡീസൽ എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഒരു ക്യൂട്ട് മിററാണ്. ഈ മിററിൽ തന്നെ നമുക്കൊരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ മിററൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അതേപോലെ ആ ഒരു ലക്ഷറി ഒരു പ്രീമിയം ലുക്ക് തരുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ വിൻഡോ ഫ്രെയിമിൽ ആ ക്രോം ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്ലാസ്സുകളുടെ ചുറ്റുഭാഗവും നമുക്ക് ആ ക്രോം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു വാഹനം കണ്ടെങ്കിൽ ഇത് സെയിലിനുള്ള വാഹനമാണ്. ഒരു ബോഡി ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും പോവാത്ത, മേജർ റീപെയിൻറ്റ് കാര്യങ്ങളൊന്നും വരാത്ത, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു യൂസർ സെഗ്മെൻറ്റിൽ ഈ ഒരു വാഹനം വാങ്ങിക്കുന്നവർക്കും ഒരു പുതുപുത്തൻ വാഹനത്തിൻ്റെ കണ്ടീഷനിൽ തന്നെ ഡെലിവറി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇതിൻ്റെ ടയർ ഏകദേശം ഒരു 60% 4 ടയറും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ റണ്ണിങ് ബോർഡ് കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ ഈ ലൈന് കാര്യങ്ങളൊന്നും ഡെൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇവിടെയും പെയിൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഏകദേശം 80% ഭാഗത്തും ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് വാഹനത്തിലുള്ളത്. അതായത് അപ്പം നിങ്ങൾ കരുതുണ്ടാവും വേറെ ഏത് ഭാഗത്താണ് റീപെയിൻ്റ് ഉള്ളത്. 2015 മോഡലാകുമ്പോൾ 5-8 വർഷം റോഡിലോടുമ്പോൾ ബമ്പർ കാര്യങ്ങൾ ചിലപ്പോൾ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ട് പെയിൻറ്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ പുറകു വശം കൊണ്ടാണ്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് കൊണ്ട് പറഞ്ഞ പോലെ തന്നെ അത്രത്തോളം ഇടുപ്പ് തരുന്നൊരു ഭാഗമാണ് ഇതിൻ്റെ പുറകു വശം. അതായത് ഒരു വണ്ടിപ്രാന്തന്മാർ അല്ലെങ്കിൽ ഒരു വണ്ടീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ലുക്ക് ബേസ് എന്ന് പറയുന്ന സാധനം ഏതൊരു വാഹനത്തിൻ്റെ എൻജിനും അതേപോലെ ഇൻറ്റീരിയറും അതിൻ്റെ കംഫേർട്ടും അതിൻ്റെ ഫീച്ചേഴ്സും ഇതൊക്കെ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളാണെങ്കിലും ഇതിലേറെയൊക്കെ കുറേ ആളുകൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക ഇതിൻ്റെ ലുക്കിനാണ്. ചിലപ്പോൾ വണ്ടി 5 പൈസക്ക് ഉണ്ടാവില്ല, പക്ഷേ വണ്ടീൻ്റെ ലുക്ക് കാരണം കൊണ്ടിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പഴയകാല മോഡൽ വാഹനങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് കാണാം. കാരണം വണ്ടി എൻജിൻ പവർ കമ്മി ഉണ്ടാവും, മെയിൻ്റനൻസ് വളരെ കൂടുതലായി. കാരണം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ടിൻ്റെ ലുക്കിൻ്റെ ആ ഒരൊറ്റ കാരണം കൊണ്ട് കുറേ ആളുകൾ പല വാഹനം നിലനിർത്തി കൊണ്ടുപോകുന്നത് എനിക്കറിയാം. അതേപോലെ തന്നെ ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവ രാജാവാണ്. ഇതിൻ്റെ പുറകുവശം കൊണ്ടാണെങ്കിലും കിഡിലെ ലുക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സ്പോർട്സ് കാർ, എസ് യു വിൻ്റെ ലുക്കിലുള്ള സ്പോർട്സ് കാർ എന്ന്. അപ്പോൾ അതേക്കെ ലുക്ക് തരുന്ന രീതിയിൽ തന്നെ 2 എക്സോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ കിഡിലെ സ്പോയിലർ കാണാൻ പറ്റും, റിയർ വൈപ്പർ കാണാൻ പറ്റും. അടിപൊളി ലുക്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ പുറകുവശം കാണാൻ പറ്റും. ഇതിൻ്റെ ടൈൽ ലാമ്പൊക്കെ ഉണ്ടല്ലോ, കിഡിലെ ലുക്കാട്ടോ. അതേപോലെ പോർഷെ എന്നുള്ളൊരു ബാഡ്ജിങ്ങും നമുക്കിവിടെ പുറകുവശം കൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ബാഡ്ജിങ് നമ്മുടെ സഫാരി കാർസിൻ്റെ ബാഡ്ജിങ്ങാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് എന്ന സ്ഥലത്താണ് നമ്മുടെ സഫാരി കാർസിൻ്റെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഇനി ബൂട്ടൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. ഇതാണ്ടോ, ജസ്റ്റ് ഒന്ന് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പണായി വരും. ഇനി ഒറ്റ പ്രസ്സിൽ തന്നെ നമുക്കിത് ക്ലോസ് ചെയ്യാനും പറ്റും. ഇവിടെ 2 ബട്ടൺ വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് കണ്ടെങ്കിൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് നമുക്കിത് നേരെ വിട്ട് കഴിഞ്ഞാൽ ഇതവിടെ പോയിട്ട് വലിയ അലമ്പൊന്നുമില്ലാതെ വൃത്തിക്കാട് നിൽക്കും. ഇത്രയും വലിയൊരു ബൂട്ട് സ്പേസ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇവിടെ കണ്ടെങ്കിൽ 2 ബട്ടൺ വന്നിട്ടുണ്ട്. ഈ ബട്ടൺ എന്തിനാണെന്നോ, ഈ ഭാഗം കൊണ്ട് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ബട്ടണിൽ ഇതുണ്ടോ, ഇത് താഴോട്ടൊരു ആരോ മാർക്കും കൊടുത്തിട്ടുണ്ട്, മുകളിലോട്ടൊരു ആരോ മാർക്കും കൊടുത്തിട്ടുണ്ട്.
ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി ഹൈറ്റ് അഡ്ജസ്റ്റ് ആവും. അത് ജസ്റ്റ് വീഡിയോയിൽ എത്രത്തോളം കാണുമെന്ന് അറിയില്ല, എങ്കിലും മാക്സിമം നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കാം. ഒരു അടിപൊളി ഫീച്ചറാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം 772 ലിറ്റർ ബൂട്ട് സ്പേസ് ആട്ടത്. ഏകദേശം അത്യാവശ്യം നല്ല ലഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉയർത്തി കഴിഞ്ഞാൽ ഈ പോർഷേൻ്റെ സ്പെയർ വീല്, ഇതിൻ്റെ ജാക്കി, ലിവർ, ഇതിൻ്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, ആ പുതുപുത്തൻ സാധനം വന്നു തന്നെയാണ് ഇതുള്ളത്. ഇത് സ്പെയർ വീല് വരുമ്പോൾ നമ്മൾ ഒറിജിനൽ ടയർ പോലെ അല്ല വരിക, അത് അതിൻ്റെ ഒരു താൽക്കാലിക ഉപയോഗത്തിനുള്ള സെറ്റപ്പിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗം കൊണ്ട് നിങ്ങളെ കാണിക്കാനുള്ളത്. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ പവർ ഔട്ട്ലെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബൂട്ടിൽ കാണാൻ പറ്റും. ഇവിടെയും സ്പീക്കർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഈ പോർഷേൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് പറയുമ്പോഴേ ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കളറാണ് കിടിലൻ ലുക്ക്. അത് നമുക്ക് മുൻഭാഗം കൊണ്ട് കാണിക്കാം. ഈ ജസ്റ്റ് ഇവിടെ ഒരൊറ്റ പ്രസ്സിൽ നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്യാനും പറ്റും. ഇനി നിങ്ങളെ കാണിക്കാനുള്ളത്, കൂടുതൽ ഭാഗം കാണിക്കാനുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ടാണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വന്നാലേ എന്താ പറയുക, ഒരു വണ്ടിപ്രാന്തന്മാരെ സ്വർഗ്ഗലോകം എന്ന് പറയില്ലേ, ആ ഒരു ഫീലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർക്ക് എത്തിയാൽ. ഇതാണ് ഇതിൻ്റെ കീ വന്നിട്ടുള്ളത്. ഇതിൻ്റെ കീയും നമ്മളെ കുട്ടികളെ കാറില്ലേ, ചെറിയ കാറ്, ടോയ് കാറിൻ്റെ രൂപത്തിൽ തന്നെ നമുക്ക് ഒരു പോർഷെ കാറിൻ്റെ, ഒരു സെഡാൻ കാറിൻ്റെ ഒക്കെ ഏകദേശം രൂപത്തിൽ തന്നെ നമുക്ക് ഒരു സ്പോർട്സ് കാറിൻ്റെ രൂപത്തിൽ തന്നെ നമുക്ക് ഈ ഒരു കീ കാണാൻ പറ്റും. ഇതിൽ ലോക്ക്, അൺലോക്ക്, അതേപോലെ ബൂട്ട് ഓപ്പൺ ആക്കാനുള്ള ബട്ടണൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ പോർഷേൻ്റെ ലോഗോ ഈ ഒരു കീയിൽ കാണാൻ പറ്റും. പക്ഷേ ഈ കീ നമ്മുടെ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല, ഇത് ഇട്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യൊന്നും വേണ്ട. ഇതിവിടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഒരു കീ ഉണ്ട്. ജസ്റ്റ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതെ, ഈ കീ ഇവിടെ ഫിക്സ്ഡ് ആണ്, പക്ഷേ ഇത് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് ലെഫ്റ്റോട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് വേണമെങ്കിൽ ഈ കീ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ്ടോ, ഈ കീ ഇട്ടാണ്ടും നമുക്ക് വാഹനം ഓണാക്കാനും ഓഫാക്കാനൊക്കെ പറ്റും. ഇതിപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് നമ്മൾ കയ്യിൽ പോവുകയാണെങ്കിലും ഈ ഒരു സംഭവം നമുക്കിവിടെ ജസ്റ്റ് ഫിക്സഡ് ആയിട്ട് വെക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും ഓഫാക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് കീ ഇട്ട് കളിക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് പോർഷെ കൊടുത്ത ഒരു സെറ്റപ്പാണ്. പിന്നെ ഇതിൻ്റെ ഡോർ പേഡ് തന്നെ തുടങ്ങാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഇതിൻ്റെ കളറ്, ആ ബീജ് കളറിലുള്ള ഡോർ പേഡ് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതിന് ലക്ഷറിൻ്റെ ശരിക്കൊരു പ്രതീകം തന്നെയാണ് ഈ ഒരു കളറ്. അതേപോലെ ഈ ഡോർ ക്യാച്ചൊക്കെ കണ്ടോ, ഒരു യുണീക്ക് സ്റ്റൈൽ തന്നെയാണ് ഇതിൻ്റെ ഡോർ ക്യാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഈ 4 ഡോറും ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഉള്ള ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ പവർ വിൻഡോസിൻ്റെ, മിറർ ഫോൾഡിങ്ങിൻ്റെ, ഇലക്ട്രിക്കലി മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ബോസിൻ്റെ ഒരു അടിപൊളി സ്പീക്കർ ഡോർ പേഡിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു വലിയൊരു വാട്ടർ ബോട്ടിലൊക്കെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ സ്റ്റോറേജ് സ്പേസും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പിടുത്ത കണ്ടങ്ങൾ ഇതിങ്ങനെ പിടിച്ചിരിക്കാനുള്ളൊരു സെറ്റപ്പാണ്. അത് ഈ ഡോറിലും ഉണ്ട്, ഫ്രണ്ട് ഡോറിലും ഉണ്ട്, ബാക്ക് 4 ഡോറിലും ഈ ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. അത് ഈ വണ്ടിൻ്റെ പവറിനെ തന്നെ സൂചിപ്പിക്കും. അവിടെ മാത്രമല്ല, ഇവിടെ കണ്ടങ്ങൾ ഈ സെൻട്രൽ കൺസോളും ഇത് പിടിച്ചിരിക്കാനുള്ള സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും പിടിച്ചിരിക്കുക, ഇവിടെയും പിടിച്ചിരിക്കുക. ഇവിടെ പിന്നെ പാസഞ്ചർക്കും പിടിച്ചിരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർക്കും ആണെങ്കിൽ ഒന്ന് പിടിക്കണം തോന്നിയാൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിലോട്ട് വരുമ്പോൾ ഒരു സ്പോർട്സ് കാറിൻ്റെ സ്റ്റിയറിങ് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ സ്റ്റിയറിങ് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഇതാണ്ടോ, വളരെ സ്മൂത്താട്ടോ സ്റ്റിയറിങ്ങൊക്കെ, ഒരു അടിപൊളിയായിട്ട് പൂ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ പാർക്കിംഗ് സെൻസർ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പാർക്കിംഗ് എന്നുള്ളൊരു ഇതിവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സെൻസർ നമ്മൾ മാറ്റി ക്ലിയർ ചെയ്തിട്ടാണ്. ഇതാണോ, ഇലക്ട്രിക്കലി പാർക്കിംഗ് ബ്രേക്ക് ഫാൾട്ടാണ്, അത് നമ്മൾ മാറ്റി ചേഞ്ച് ചെയ്തിട്ടാണ് കൊടുക്കുക. ഇതിനുള്ള പ്രശ്നങ്ങൾ ഇതാണ്, ചെറിയ ചെറിയ സെൻസറുകൾ കാര്യങ്ങളൊക്കെ പോവും, അത് നമ്മൾ മാറ്റിയിട്ട് റെഡിയാക്കും. പിന്നെ ഏതോ ഒരു ടയറിൽ എയർ കമ്മിയുണ്ട്, അപ്പോൾ അതിൻ്റെ 2 വാണിംഗാണ് മീറ്ററിൽ കാണിക്കുന്നത്. വേറെ യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ ഇത് 2 വാണിംഗും നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുക. 67,328 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിങ്ങിനെ പറ്റി കാണിക്കുമ്പോഴേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് അല്ല. ഇവിടെ മാനുവലി നമുക്ക് ഇവിടെ ഒരു ലിവർ ഉണ്ട്, ഇത് താഴോട്ടാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് മുന്നോട്ടും കൊണ്ടാൽ ഏത് രീതിയിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഇവിടെ പെഡൽ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതാണോ, മാനുവലി ഓടിക്കാൻ ഒരു സ്പോർട്സ് കാർ ഓടിക്കുന്ന പോലെ തന്നെ ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഓടിക്കാം. പ്ലസ് മൈനസ് എന്നുള്ള
ഒരു ചിഹ്നത്തോടു കൂടി തന്നെ നമുക്കിവിടെ പെഡൽ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ കൺസോൾ നമ്മൾ കാണിക്കുമ്പോഴേ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഫ്ലൈറ്റിൻ്റെ ലുക്കിൽ തന്നെയാണ് ഈ വാഹനം ഉള്ളത്. ഇൻറ്റീരിയർ ഭാഗം കൊണ്ടും ഫ്ലൈറ്റിൻ്റെ പോലെ തന്നെയാണ്. അതായത് ഫ്ലൈറ്റ് ഓടിക്കുന്ന ആളുണ്ടല്ലോ പൈലറ്റിൻ്റെ സീറ്റിലിരിക്കുന്ന ഒരു ഫീലൊക്കെ അത് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുണ്ടാവും പൈലറ്റിൻ്റെ സീറ്റിലിരുന്നിക്കണോ? അതല്ല, നമ്മൾ ഒരുപാട് വീഡിയോയിലും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. 1-2 ഫ്ലൈറ്റ് യാത്രയിൽ ജസ്റ്റ് ഒന്ന് എത്തിപ്പാളി നോക്കിയിരുന്നു. കാരണം നമുക്കത് ഏതാന്നൊക്കെ അറിയാനൊരു ആഗ്രഹം കൊണ്ട് അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അതിനെ പറ്റിയൊരു റിവ്യൂ എടുക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ചാൻസ് നമ്മൾ നോക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ അധികം വൈകാതെ നമ്മളെ ചാനലിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ ആ ഒരു സെറ്റപ്പ് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് ഇതൊന്നും അധികം കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ചിലപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് കാണുമ്പോൾ പേടിയാവും, അയ്യോ ഇതൊക്കെ പാടെ പഠിച്ചാണ്ട് ഇപ്പോൾ അത് ഹോട്ടലിൽ നടക്കുമോ എന്നുള്ളൊരു ചിന്തയൊക്കെ വരും. അതായത് ഇതൊന്നുമില്ല, ജസ്റ്റ് നമ്മളെ AC-ൻ്റെ കൺട്രോൾ യൂണിറ്റുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതുണ്ടോ, ഇത് ടെമ്പറേച്ചറാണ്. മേലോട്ടാക്കിയ ഇത് 17, 18, 19 ഡിഗ്രി പറഞ്ഞിട്ട് നമുക്ക് കൂട്ടാം. അതേപോലെ താഴോട്ട് നമുക്ക് കുറക്കാം. ഇത് ഫാനിൻ്റെ സ്പീഡാണ്. ഇതുണ്ടോ, ഇതൊക്കെ സ്വിച്ച് കൊടുത്തോണ്ടേ ഒരു ഗാംഭീര്യം തരുന്നുണ്ട്. മറ്റേതൊക്കെ ഓട്ടോമാറ്റിക്കലി അതേപോലെ ചെറിയ ബട്ടൺ കാര്യങ്ങളൊക്കെ കൊടുത്ത് ടച്ചിലൊക്കെ വന്നതിന് സംഭവം ഇത് സ്വിച്ചിലാണ് വന്നിട്ടുള്ളത്. അതും സ്വിച്ചിൻ്റെ ഒരു ഷേപ്പൊക്കെ നിങ്ങൾ അതാണോ മേലോട്ടും താഴോട്ടും, അതാണ് ഫ്ലൈറ്റിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലൊക്കെ കാണുന്ന രീതിയിൽ എന്ന് പറയാൻ കാരണം. ഇത് ഡ്രൈവർ സൈഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഇത് ഫ്രണ്ട് പാസഞ്ചർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. അതിൻ്റെ അതേപോലെ ടെമ്പറേച്ചറിൻ്റെ സ്വിച്ചും കാണാം, ഫാനിൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനും പറ്റിയ സ്വിച്ച് കാണാം. ഇത് കണ്ടെങ്കിൽ ഇത് നമുക്ക് എവിടേക്കാണോ ഫാനിൻ്റെ ഫ്ലോ വേണ്ടത്, എയറിൻ്റെ ഫ്ലോ വേണ്ടത് അവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്വിച്ചുകളാണ്. അതേപോലെ AC ഓഫാക്കാനും ഓണാക്കാനുള്ള സ്വിച്ച് ഇവിടെ ഉണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെ ആ ബട്ടൺ നമുക്ക് ഓണായി. അതേപോലത്തെ ബട്ടണുകളാണ് ഈ വന്നിട്ടുള്ളതൊക്കെ. ഈ ഒരു ഭാഗം കണ്ടെങ്കിൽ ഈ ഗിയർ ട്രാൻസ്മിഷന് നേരെ താഴെ ഭാഗത്ത് വരുന്നുണ്ട്. കംഫേർട്ട്, സ്പോർട്ട് പ്ലസ്, ഈ കാണുന്ന മോഡിലൊക്കെ നമുക്ക് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ബട്ടൺ ഉണ്ടോ, ഇത് നമ്മളെ എയർ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് മുകളിലോട്ട് വാഹനം ഉയർത്താനും താഴ്ത്താനൊക്കെ പറ്റും. ഇവിടെ ഓഫ് റോഡിൽ നിന്നും ഓൺ റോഡിൽ നിന്നും നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബട്ടൺ നേരെ ജസ്റ്റ് ഒന്ന് ഞാൻ മാറ്റി കാണിച്ചു തരാം. ഓഫ് റോഡിലോട്ട് മാറ്റി കഴിഞ്ഞാൽ സ്പോർട്ട് പ്ലസ്ക്ക് ഇത് ഓട്ടോമാറ്റിക്കലി മാറി വണ്ടി ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവും. ഇപ്പോൾ ഈ ഓഫ് റോഡ് മോഡ്ക്ക് മാറ്റിയപ്പോൾ തന്നെ വണ്ടി ഉയർന്ന് വന്ന് ഇത് ഓഫ് റോഡിൽ ഓടിക്കാനുള്ള സെറ്റപ്പിക്ക് ഈ വണ്ടി മാറി. അതിലുപരി ഇവിടെ സ്പോർട്ട് പ്ലസ്ക്കും വണ്ടി മാറിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിൻ്റെ സൗണ്ട് തന്നെ മാറും. അടിപൊളിയാണ്. അപ്പോൾ നേരെ ഇനി ഇത് പോവുകയാണെങ്കിൽ നമുക്ക് നേരെ താഴോട്ടാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇതുണ്ടോ, ഒന്നുമില്ല, ജസ്റ്റ് താഴോട്ടാക്കി കഴിഞ്ഞാൽ ഓൺ റോഡായി. അപ്പോൾ നോർമലി നമുക്ക് ഉപയോഗിക്കാനുള്ള മോഡ്ക്ക് കംഫർട്ട് മോഡ്ക്കും ഇത് മാറി. ഇനി ജസ്റ്റ് ഓഫ് റോഡ്ക്ക് മാറ്റാതെ തന്നെ നമുക്ക് സ്പോർട്ട് പ്ലസ്ക്കും മാറ്റാൻ വേണ്ടിയിട്ട് ഈ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സ്പോർട്ട് പ്ലസ്സിലൊക്കെ പ്രസ് ചെയ്താൽ നമുക്ക് ആ രീതിയിലും നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ അത്തരം സ്വിച്ചുകളാണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഗിയർ ട്രാൻസ്മിഷൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുക. ഇവിടെ കഴിഞ്ഞില്ലൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ ഡ്രൈവ് എന്നുള്ള ഭാഗം കാണാം. ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ കണ്ടോ, ഈ ഗിയർ നോബിൻ്റെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് താഴോട്ട് മാറ്റിക്കഴിഞ്ഞാൽ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. ഇനി നേരെ ഈ ഭാഗം ഈ ലിവർ ഇങ്ങോട്ടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇത് മാനുവൽ മോഡിലേക്ക് മാറി. ഈ മാനുവൽ മോഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാനുവലി ഗിയർ മാറ്റി ചേഞ്ച് ചെയ്ത് ഓടിക്കാൻ പറ്റും. ഇതാണോ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇപ്പോൾ താഴോട്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് ഡൗൺ ചെയ്യുക. നേരെ മുകളിലോട്ടായി കഴിഞ്ഞാൽ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് പറഞ്ഞിട്ട് നമുക്ക് റണ്ണിങ്ങിൽ ഗിയർ മാറ്റി ഓടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പെഡൽ ഷിഫ്റ്റിലും നമുക്ക് ഓടിക്കാൻ പറ്റും. അത്തരം സൗകര്യമൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, പാർക്കിംഗ് ഗിയർക്ക് മാറി. പിന്നെ ഒട്ടനവധി സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ എയർ ബാഗുകളാണ്. ഇത് എയർ ബാഗ്, അവിടെ എയർ ബാഗ്, പോസ്റ്റൽ എയർ ബാഗ്, ഇവിടെ എയർ ബാഗ്, സ്റ്റിയറിംഗിൽ എയർ ബാഗ്, ഒട്ടനവധി സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കിടിലം മോഡൽ തന്നെയാണ്. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം ബട്ടറിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പിന്നെ നോർമൽ കാറിൽ തന്നെ വരുന്ന ഓപ്ഷൻസാണ്. ഇനി ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം ഒന്ന് നിങ്ങളെ കാണിക്കുക. ഇതാണോ, ഇവിടെയാണ് ബോണറ്റ് ഓപ്പൺ ആക്കാനുള്ള ലിവർ വന്നിട്ടുള്ളത്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്താൽ നമുക്കത് അവിടെ ഓപ്പൺ ആക്കാം. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലായിട്ടുള്ളത്. ഇതേ ജസ്റ്റ് ഒന്ന് ഓണാക്കാം. ഒന്നുമില്ല, ഇവിടെ ഒരു ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് മുകളിലോട്ട് വിട്ടാൽ അവിടെ പോയി നിന്നോളും. ആ ഷോക്ക് അബ്സോർബറിൽ അവിടെ നിന്നോളും. അടിപൊളി പോഷ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ പറ്റും. ഞാൻ വണ്ടി ഒന്ന് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആവില്ല, അവിടെ പറയുന്നത് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി ഒന്ന് ഓഫ് ചെയ്തിട്ട് തന്നെ നിങ്ങളെ കാണിക്കാം. ഇതാണ്ടോ, ഇതാണ് നമ്മുടെ പോർഷെ കൈൻ്റെ എൻജിൻ റൂം. അതായത് ഇത് പോർഷെ എന്നുള്ളൊരു കിടിലം ബാഡ്ജിങ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്.
ഇത് 6 സിലിണ്ടർ എഞ്ചിനാണ്, V6 എഞ്ചിനാണ്. അത് ഇവിടെ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഡീസൽ എന്നുള്ള ബാഡ്ജിങ്, പോർഷെ എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ 2015 മോഡൽ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാട്ടോ നിങ്ങൾ കാണുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം നമുക്ക് കാണാൻ പറ്റുക. ഇത് ഡീസൽ എഞ്ചിനിലേ 6 സിലിണ്ടർ വരുന്ന V6 എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ കമ്പനി മൈലേജ് ARI മൈലേജൊക്കെ അവകാശപ്പെടുന്നത് 12-13 കിലോമീറ്ററൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമ്മളെ ഡ്രൈവിങ്ങിനനുസരിച്ച് ഒരു 8 to 9, 10 കിലോമീറ്ററൊക്കെ നിങ്ങൾ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. അതായത് നമ്മൾ സ്പോർട്ട് പ്ലസ്സിലൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 7-8 കിലോമീറ്ററൊക്കെ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. നമ്മൾ കംഫർട്ട് മോഡിലൊക്കെ ഒരു നോർമൽ ഡ്രൈവൊക്കെ ഓടിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് മൈലേജും കിട്ടും. അതൊക്കെയാണ് ഇതിൻ്റെ എഞ്ചിൻ റൂമിനെ പറ്റിയൊക്കെ വിശേഷിപ്പിക്കാനുള്ളത്. ഇനി നിങ്ങളെ കാണിക്കാനുള്ളത് ഇതിൻ്റെ പുറകിലിരുന്ന് യാത്രയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്പേസും കാര്യങ്ങളും ഇവിടുത്തെ ഫീച്ചേഴ്സും മറന്ന് കാണിക്കുക. ഇതാണ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നല്ല ലെഗ് റൂമും ഹെഡ് റൂമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ പനോരമിക് സൺറൂഫ് വന്നതുകൊണ്ട് തന്നെ നല്ലൊരു ലക്ഷറി ഫീലാണ് നമുക്ക് ഇവിടെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ കിട്ടുക. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കളർ കണ്ടെങ്കിൽ ബീജ് കളർ, ഞാൻ നേരത്തെ അത് വിട്ടുപോയതാണ്. ആ ബീജ് കളർ നമുക്ക് എവിടെ നോക്കിയാലും ആ കളർ ഇങ്ങനെ ഒരു ലക്ഷറി വാഹനത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്നുള്ളൊരു ഫീൽ, അല്ലെങ്കിൽ ഒരു ലക്ഷറി വാഹനത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളൊരു ഫീലിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡോർ പേഡിലും നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബോസിൻ്റെ ഒരു അടിപൊളി സ്പീക്കർ കാര്യങ്ങൾ, ഒരു സ്റ്റോറേജ് സ്പേസ്, ഇവിടെ നമുക്ക് പിടിച്ചിരിക്കാനൊരു സെറ്റപ്പ്. അതേപോലെ ഇവിടെ കണ്ടോ, ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ ഒരു ആഷ്ട്രേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു യുണീക്ക് സെറ്റപ്പിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഡോർ ക്യാച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. 1, 2, 3 സ്പീക്കറുണ്ട് കേട്ടോ ഡോർ പേഡിൽ. പിന്നെ അതേപോലെ ഇവിടെ ഒരു ഹാം റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ 2 കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഡോർ പേഡിൽ തന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ കർട്ടണും കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഇവിടെ നമുക്ക് പിന്നെ ജസ്റ്റ് റീഡിങ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഈ സൈഡിലും നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും നമുക്ക് റീഡിങ് ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഇവിടെ AC വെൻറ്റുകളൊക്കെ നമുക്ക് പുറകിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ട AC വെൻറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ACൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ യൂണിറ്റ് പുറകിലിരിക്കുന്ന ആൾക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുന്നിൽ കണ്ട അതേ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ഫാനിൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ 2 ഭാഗത്തെ ആൾക്കും സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഡിസ്പ്ലേ ഉണ്ട്. ഈ ഡിസ്പ്ലേയിൽ ഇതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു ഭാഗം കൊണ്ട് നിങ്ങളെ കാണിക്കാനുള്ളത്. പിന്നെ ഫ്രണ്ട് ഭാഗം കൊണ്ട് ഒരു ആംറസ്റ്റും അതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ വാഹനം ഓടിച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മളെ ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്തിട്ട് ഇതിൻ്റെ വിശേഷങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഇതിൻ്റെ റിവേഴ്സ് ക്യാമറൻ്റെ സെറ്റപ്പൊക്കെ ആണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സെൻസർ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടും കേട്ടോ. ഈ വാഹനം ഓടിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, അതായത് ഡ്രൈവിങ്ങിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള വണ്ടി തന്നെ കേട്ടോ ഈ പോർഷെ കൈന്. അതായത് സ്പോർട്സ് കാർ SUV രൂപത്തിൽ എന്നൊക്കെ പറയാം, വെറുതെ പറയണല്ല, അത് ഇത് ഓടിക്കുമ്പോൾ മനസ്സിലാവും. അതായത് എന്തെങ്കിലും പറയാം, അത്രത്തോളം കംഫർട്ട്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിയറിംഗ് പിടിച്ചിങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ. പോർഷേൻ്റെ ഈ ലോഗോ ഉണ്ട്. ഈ ലോഗോ കാണുമ്പോൾ തന്നെ നമ്മളെ സൂചിപ്പിക്കുന്നത് എന്താണ്, ആഡംബരത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമാണ് നമ്മളെ ഈ പോർഷേൻ്റെ ലോഗോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ലോഗോ ഒക്കെ കണ്ടിങ്ങനെ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീല് അത് വേറെ ലെവലാണ്. അതിലുപരി കാലിങ്ങനെ കൊടുത്താണ്ടല്ലോ വണ്ടി, പക്ഷെ കൊടുക്കാൻ പറ്റിയ റോഡില്ല. മുന്നിൽ നിങ്ങൾ ആകെ പ്രശ്നമാണ്. അതായത് കാലിങ്ങനെ കൊടുത്ത വണ്ടിക്ക് പതുക്കെ പോണതിന് ഇഷ്ടമല്ല തോന്നുന്നുണ്ട്. എന്നാ ഒരു ലാഗില്ലാതെ കയറി പോകും. അതിന് പറ്റിയ റോഡുകളില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഓടിച്ച് കാണിച്ചതിന് സ്പോർട്ട് പ്ലസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്വഭാവം തന്നെ മാറും. ഇപ്പം കംഫർട്ട് മോഡിലാണ് ഓടിക്കുന്നത്. അപ്പോൾ കംഫർട്ടായിട്ട് അടിപൊളിയായിട്ട് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും, കുറച്ച് റഫായിട്ട് ഒരു സ്പോർട്സ് മോഡലിൽ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയൊരു മോഡൽ തന്നെയാണ് ഈ പോർഷെ. പിന്നെ നിങ്ങളെ ഡ്രൈവ് എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ മെയിൻ്റനൻസ് ആണെങ്കിലും ഇതിൻ്റെ മൈലേജ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഒരു അടിപൊളി വാഹനം തന്നെയാണ് പോർഷെ കൈന്. തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതിൻ്റെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 2015 മോഡലാണ്. ഇത് ഏകദേശം 1,25,00,000 രൂപേൻ്റെ മേലെ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നൊരു മോഡലാണ് ഈ ഒരു വാഹനം. ഇപ്പോഴും ഏകദേശം 1.5 കോടിൻ്റെ മേലൊക്കെ 1.5 കോടിൻ്റെ ഉള്ളിലായിട്ടൊക്കെ വില വരുന്നുണ്ട്. അന്ന് തന്നെ 1 കോടിൻ്റെ മുകളിൽ വില വന്നിരുന്ന ഒരു വാഹനം ഇപ്പം 46 ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം വാങ്ങിക്കാൻ പറ്റും. അതായത് 2015 മോഡലിൽ
ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ ഓൺലി 67,000 കിലോമീറ്റർ ഓടിയ 3rd ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം. രജിസ്ട്രേഷൻ അതർ സ്റ്റേറ്റോ NOCയിലോ ഒന്നും അല്ല, ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾക്ക് കേരളത്തിലുള്ള ആളുകൾക്ക് ചെറിയൊരു ചിലവിൽ തന്നെ നിങ്ങളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ തന്നെയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു വാഹനം തന്നെയാണ്. ചെറിയ 1-2 സെൻസർ മാറാണ്ട് അത് നമ്മൾ മാറി പക്ക ക്വാളിറ്റിയിലാണ് വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് ഇത് ഡെലിവറി ചെയ്യാം. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ ലെങ്ത് വരുന്നത് 4846 മില്ലിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ ലെങ്ത് വരുന്നത്. പിന്നെ ഇതിന്റെ വിഡ്ത്ത് വരുന്നത് 1938 മില്ലിമീറ്റർ ആണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. പിന്നെ ഈ ഒരു വാഹനം 1705 മില്ലിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ ഹൈറ്റ് വരുന്നത്. ഇതിന്റെ വീൽ ബേസ് വരുന്നത് 2895 മില്ലിമീറ്റർ വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിന്റെ വീൽ ബേസ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിനെ പറ്റി നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കൂടുതൽ വിശേഷങ്ങൾക്കും ഡീറ്റെയിൽസിനൊക്കെയായി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോന്റെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്നതോടൊപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഈ വീഡിയോ ഇതുവരെ എന്നെ കണ്ട, ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.